ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഫോർട്ട് കൊച്ചിയിലാണ്, വാസ്കോഡ് ഗാമ സ്ക്വയറിനടുത്താണ്. ഇവിടെ വന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ആർട്ട് വ്ളോഗ് ചെയ്യാനായിട്ടാണ്. കുറേ ആർട്ടിസ്റ്റുകളെ ഇന്ന് മീറ്റ് ചെയ്യാം. അർബൻ സ്കെച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ ഗ്രൂപ്പുണ്ട്, ഒരു ഓർഗനൈസേഷനാണ്, അത് നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷനാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് മീറ്റപ്പ് നടക്കുകയാണ്. അപ്പോൾ ഞാൻ അത് കൂടാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ലൈവായിട്ട് പെയിൻറ്റ് ചെയ്യുക, നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് ആ സ്ഥലത്തെ ലൈവായിട്ട് പെയിൻറ്റ് ചെയ്യുക, അതാണ് അർബൻ സ്കെച്ചേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്ട്രീറ്റ് വ്യൂസ്, സിറ്റി വ്യൂസ്, അങ്ങനെ വില്ലേജ് വ്യൂസ്, നമ്മൾ എവിടെയാണോ ട്രാവൽ ചെയ്യുന്നത്, നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് ആ പരിസരങ്ങളിലുള്ള സ്ഥലങ്ങളുടെ സ്കെച്ചുകൾ നമ്മൾ ചെയ്യുക, അതാണ് അർബൻ സ്കെച്ചേഴ്സ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മുടെ ആർട്ടിസ്റ്റുകളെ, വളർന്നു വരുന്ന ആർട്ടിസ്റ്റുകളെ ഇമ്പോൾവ് ചെയ്ത് അവരെ ഉയർത്തിക്കൊണ്ട് വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. ഇതൊരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ്, എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ കൊച്ചി നമ്മൾ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇവിടെ പോയി കാണാൻ. പക്ഷേ കൊച്ചിയിൽ ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ്. എന്തായാലും ഞാൻ ഇതുപോലെ ട്രാവൽ ചെയ്ത് സ്കെച്ച് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇത് എനിക്കൊരു ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. ഒരു ചായ കുടിച്ചിട്ട് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 7:30 എല്ലാവരും എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 7:30 കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും സ്കെച്ചിങ്ങും വരെയൊക്കെ തുടങ്ങും. ഓപ്പൺ സ്കെച്ചേഴ്സ് മുംബൈ മെമ്പർ ആയിരുന്നു. പിന്നെ ഇസ്താൻബുളിലും ഷിക്കാഗോയിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ട് സെഷൻസ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഒരു urban സ്കെച്ചേഴ്സ് കൊച്ചി ഇല്ലയെന്ന് ആണ് അറിഞ്ഞത്. അപ്പോഴാണ് വി ഡിസൈഡഡ് ടു സ്റ്റാർട്ട് urban സ്കെച്ചേഴ്സ് കൊച്ചി. അപ്പോൾ welcome all of you all. Today 15th of November we are starting our first session. The only requirement for urban sketching is that we need to all be passionate about sketching, and we need to regularly keep meeting for our session. So that's it. So do we do a quick round of introduction? Niranjan, architect. I'm practicing in Kochi. I'm Prashant. I'm an artist from here only, Kochi. Hi, I'm Rinesh. I'm practicing architect in Kochi only. Yeah. So I'm also an architect. My name is Jasmina. I sketch here and there, but I never been to a live sketching, so nervous about it. Okay. I'm Sri Parvati Unni. I'm an architect and also a faculty at Azadi Cochin. I'm kind of passionate about drawing, sketching and painting, so let's hope for a good session. Hi, I'm Kukku. I'm also an architect from Kochi. Devika, I'm also an architect. Good. Anu, I'm software engineer. I'm his sister actually. Sister, okay. Anna, I'm a fashion designing student. Actually completed my studies and that's it. I'm Shamon. I'm from Kochi. I'm an interior designer. Daniel, ഞാനിവിടെ എറണാകുളത്തെ ഇൻറ്റീരിയർ ഡിസൈനിങ് പഠിക്കുന്നു. തൃശ്ശൂരിൽ നിന്ന്. I'm Twinkle. തൃശ്ശൂരിനാണ് സ്റ്റുഡൻറ് കൗൺസിലറായിട്ട് വർക്ക് ചെയ്യാണ്. കൊച്ചി. അല്ല, തൃശ്ശൂരാണ് വർക്ക് ചെയ്യുന്നത്. Okay, great. So what we'll do is we've all got sketchbooks, pencils, pens, whatever you are comfortable with. We can disperse of wherever you want to sketch, whatever you want to sketch, whether it's a place, it's a building, whatever you want to sketch, in whatever medium you want to sketch. Please feel free to move around. Now it's 8 o'clock. What time do we? 9:30? 9:30. Huh? By 9:30 we'll meet back here and then we all show our sketches to each other. We take a group photo and that's it. Yeah. Okay. Yeah. We keep it simple. Okay. Okay guys, see you at 9:30 then.
നമ്മളിപ്പോൾ കാണുന്നത് അർബൻ സ്കെച്ചേഴ്സിൻ്റെ ആർട്ടിസ്റ്റുകൾ ഇരുന്ന് വരക്കുന്നതാണ് കേട്ടോ. നമുക്ക് ഗാന്ധി സ്ക്വയറിൽ പല ഭാഗത്തായിട്ട് അവരിന്ന് വരക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും നമുക്കൊന്ന് കാണാം. ലാസ്റ്റ് എല്ലാവരുടെയും പെയിൻറ്റിങ്സ് നമ്മളിതിൽ കാണിക്കും, നമ്മൾ ചെയ്ത സ്കെച്ചുകളും കാര്യങ്ങളൊക്കെ. പുതിയ എക്സ്പീരിയൻസ് ആണ് പലരും വീടിൻ്റെ ഉള്ളിലിരുന്ന് വരയ്ക്കുന്ന ആളുകളാണ്. ഔട്ട്ഡോർ ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ്. അപ്പോൾ അവർ പറയാണ് ആദ്യമൊക്കെ ഒരു പേടിയുണ്ട്, വെപ്രാളമുണ്ട്, അങ്ങനെയുള്ള കുറേ പ്രോബ്ലംസൊക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ പ്രൊഫഷനാണിത്, നമ്മൾ പാഷനാണ്. നമ്മളിറങ്ങുക, സിറ്റിയിൽ പോവുക, അല്ലെങ്കിൽ മാർക്കറ്റിൽ പോവുക, അവിടെ നിന്ന് വരയ്ക്കുക. അതിനൊന്നും അത്ര നാണക്കേടിൻ്റെ കാര്യമൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ ആർട്ടിസ്റ്റുകൾ ആ ഏരിയയിലൊക്കെ ഇരുന്ന് വരയ്ക്കുന്നുണ്ട് കേട്ടോ. അത് ഒന്ന് നോക്കിയിട്ട് വരാം. അവർ എവിടെയൊക്കെ ഇരിക്കുന്നതെന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല. I mean, it's been a pleasant experience to have so many people. Actually, I expected a very handful amount of people with the reach we had, but to see architects, artists, and from different fields come together and just form a small community in itself makes it a pleasant experience. I'm looking forward to more. Thank you, Dinesh. Anyone else? So would you like to say? Always carry my sketchbook, but I couldn't start sketching live. So this would be the great start for me. So I will continue. Go ahead. Thank you so much. I hope this is the start. Now you'll keep continuing. Yeah. So please, I think you came in a little late. We could not meet you at the beginning. Would you like to introduce yourself and? From Bangalore, sir. You're from Bangalore. Wow. Okay. I am interning here as in an architecture firm. Okay. So because it's Diwali, I had celebration at home, so I got late. Awesome. Great. And I've attended few USK events in Bangalore. In Bangalore. Okay. Yeah, this is my first in Kochi. This is our first event. Actually. So thank you for making it. Thank you so much. And It was fun. yeah, it was fun, right? So please be part of our group and post your pictures. And we've all got a Instagram page, Urban Sketchers Kochi, and a Facebook page, Urban Sketchers Kochi. Please, if you're putting up your photos, please tag us on Instagram and please bring in your friends the next time. It'll be the more the merrier, the more the better. Yeah. So. Sri Parvati, would you like to say something about the first Times since I've actually sat and sketched, so it was a very nice experience. After the whole week of workload and all stress and all, it was really fun. I actually lost track of time. If Pratik sir hadn't called me, I would have just sat there till the afternoon. Thinking of going out and sketching, but now Pratik has come in and we got a nice excuse to go out and really sketch. So sketches belongs to all of us. Yeah. See, taking an initiative on your own and going out and sketching is not going to happen. So this is a nice thing that you started this. Awesome. Yeah, and urban sketches I had acquainted before also, because in Barcelona we had a small this thing with one lady called Margot. She was leading there. So I sketched something there. Then I think she always used to tell to sketch and send pictures and all that, but I could not. Today I can send it. Awesome. Yeah, thanks Pratik. I hope you know Bindi Rajagopal. She's an artist in Cochin. Yeah, thank you so much. Yeah, nice meeting you all. But this is not happening here actually. So I'm very happy to see something is happening. So we will keep it very active. And actually morning after Diwali celebration I couldn't even get up.
So, but I want to support and be with you all. I'm enjoying doing it. Congrats to all of you. Customs officer at Indian Customs actually. I have never done a sketch in my life and this is my first sketch, and I'm very happy actually and pleased to meet all of you because I have never seen so many artists. Actually, I'm very pleased. Thank you. To do painting and drawing during my college days, and later on because of my professional commitments, I was not able to continue that. But recently, maybe some 10 years back, I again started it. It was interesting, but again I had the laziness to carry a sketchbook or use brushes and maintain them. So I tried to experiment on how to do a painting without using a brush. So since last 10 years, I'm painting without brush. I don't use a brush. And there are other reasons also, like I have a lot of animal loving friends, animal lovers. And they used to say that the brushes are made of animal fur. Okay, and they kill animals for making these fine brushes. So actually nowadays a lot of synthetic brushes are coming to the market, but I thought that let me try not to use brush. And it is primarily because of my laziness to carry this brush and wash it and clean it, and it is costly also. Good brushes are very costly. So I'm a civil engineer, and I have seen a lot of workers working with a lot of tools. So one of the tools which interested me was the putty blade, the metallic thing, no? So I tried to apply a brush on canvas with that. So it was giving very good results and very fast job. So what I did was I kept some 4 or 5 canvas in a stretch and then paint them together, different paintings, and the effect was marvelous, very interesting. So I have been doing that only, and I did a lot of experiment on that. So I would like to say that when you have so many people interested in some kind of art or drawing or whatever, one of them, let them demonstrate. Make a demonstration. Maybe because of the COVID situation, we have to maintain distance. Maintain distance. It may not be possible now. We can start bringing in experts. We can start bringing in resources, different styles of sketching, painting. There are many avenues to explore in the future. In fact, I don't know if you all know, but Urban Sketchers Mumbai, they travel as a group of people to different places. So they've even visited Cochin during the Biennale, and then there is an Urban Sketchers Mumbai that they meet Bangalore. So then, you know, or they go to, let's say, Turkey and meet Urban Sketchers Istanbul there, or they go to the US. So this is a global community. Anywhere you go right now, there should be an Urban Sketchers in and around any city. So we'll try to have these kind of meets. We'll try to bring in experts. We'll share resources. There's a lot of possibilities we can do if we come together. So please give in your ideas. Please participate, and let's celebrate sketching. Yeah. Anyone else who would like to add anything? So when is the next one? Yeah, so this is completely the next one. This is not, there is no money involved, there's no organizing, it's completely voluntary. It's, the only thing you need is passion for sketching and art, you know, that's the only requirement here. So ideally, every meet should be a new location. Every meet should be a new place, possibility to explore that place through sketches. So please give in suggestions on the WhatsApp group where you think is the ideal place to meet up, and then let's fix a date and meet up. Ideally, at least 2 meets a month, at least. That's the minimal. I mean, most of Urban Sketchers, Mumbai, Bangalore, Chennai, Delhi, Madurai, they meet every week. But we should have at least an Urban Sketchers meet at least twice a month. So please suggest where we can meet next, and we'll meet up. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ ഇവിടെ കഴിയാണ്. പോലീസുകാർ വന്നു. ഇന്നും കൂടി ഉണ്ടല്ലേ 144. ഇന്നും കൂടി 144 ഉള്ളതുകൊണ്ട് കൂട്ടം കൂടി നിൽക്കാനൊന്നും പാടില്ല. നാളെ തൊട്ട് നമ്മൾ കുറച്ചുകൂടി ഫ്രീ ആവുമെന്ന് തോന്നുന്നു. അപ്പോൾ അടുത്ത ദിവസം പരിപാടികളൊക്കെ ആയിട്ട് പിന്നെ കാണാം.
ഇപ്പോൾ വേറെ കുറച്ച് ആർട്ടിസ്റ്റുകൾ പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകൾ അവിടെ നിന്ന് വരയ്ക്കുന്നുണ്ട്. നമുക്ക് അവരെ കാണാൻ വേണ്ടി പോവാം. കാരണം അവരുടെ സ്കെച്ചാണ്, അടിപൊളിയായിട്ടുള്ള സ്കെച്ചുകളാണ്. ലൈവ് പെയിൻറ്റിങ് പ്ലെയിനർ വാട്ടർ കളർ ഗ്രൂപ്പാണ് ഇവിടുത്തെ കൊച്ചിയിലുള്ള. അവരെ കാണാനായിട്ട് പോകാം എന്തായാലും.